AI ക്യാമറകൾ വന്നപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായെന്ന് നമുക്കറിയാം. അത് കൊള്ളയാണ് എന്ന് എഴുതിയ പത്രങ്ങൾ വരെയുണ്ട്. ശരിക്കും AI ക്യാമറ വന്നതോടുകൂടി അപകടങ്ങളുടെ എണ്ണം കുറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല, അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കാനൊന്നും AI ക്യാമറയ്ക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. കാരണം AI ക്യാമറയിൽ മൊത്തം ഏതാണ്ട് 700ഓളം AI ക്യാമറ വെച്ചതിനകത്ത് 4-5 എണ്ണമേ വേഗത പരിശോധിക്കുന്നവേ ഉള്ളൂ. ബാക്കിയൊക്കെ തന്നെ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ, സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഇത് പരിശോധിക്കാൻ തുടങ്ങിയതോടുകൂടി ക്യാമറ ഉള്ളിടത്തെത്തുമ്പോൾ ആളുകൾ അച്ചടക്കമുള്ളവരായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ മരണസംഖ്യയിലുണ്ടായ കുറവ് എന്ന് വേണം കരുതാൻ. കാരണം ഹെൽമെറ്റ് ധരിച്ച് ഇപ്പം ബൈക്ക് അപകടത്തിൽ മരിക്കുന്നതിലേറെ ആൾക്കാരും പിന്നിൽ യാത്ര ചെയ്യുന്നവരായിരുന്നു. അപ്പോൾ രണ്ട് മുൻപിൽ ഓടിക്കുന്നവരും പിന്നിൽ യാത്ര ചെയ്യുന്നവരും ഹെൽമെറ്റ് വെക്കണം എന്നൊരു കാര്യം കർശനമാക്കിയതോടുകൂടി ആയിരിക്കണം ഈ ബൈക്ക് യാത്രക്കാർ മരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞത്. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ്. പക്ഷെ നമുക്ക് അതിൻ്റെ കണക്ക് കൃത്യമായിട്ട് ലഭ്യമല്ല. ഇപ്പം ബൈക്ക് അപകടത്തിൽ മരിച്ചതിൽ എത്ര പേര് ഹെൽമെറ്റ് ധരിച്ചിരുന്നു, എത്ര പേര് ധരിച്ചിരുന്നില്ല എന്നൊരു ഡേറ്റ നമുക്ക് നിലവിൽ ഒരിടത്തുനിന്നും കൺസോൾട്ടേറ്റ് ചെയ്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചെങ്കിലും ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പോലും വിവരാവകാശ നിയമത്തിൻ്റെ ഇതിൽ പോലും അവരത് തരാൻ തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ നമ്മൾ ചില നിയമങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അതിനെതിരെ ശക്തമായ എതിർപ്പുകൾ ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് ഒരു പ്രശ്നം. AI ക്യാമറ സ്ഥാപിച്ചപ്പോൾ കേരളത്തിലുടനീളം വന്നത് അങ്ങനെയാണ്. ഹെൽമെറ്റ് നിർബന്ധമാക്കിയപ്പോൾ നമ്മൾ കണ്ടത് ചിലർ തണ്ണിമത്തൻ്റെ തോടെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് പ്രതിഷേധിച്ച് യാത്ര ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ചിലർക്കിത് തമാശാണ്, പക്ഷെ അതൊരു തമാശല്ല. കുട്ടികളെ ചാക്കിൽ കെട്ടിക്കൊണ്ട് സ്കൂട്ടറിൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന പ്രതിഷേധത്തിൻ്റെ രൂപത്തിൽ നമ്മൾ കണ്ടതാണ്. ഇത് തമാശയായിട്ട് കാണിക്കുമ്പോൾ പോലും അതിൻ്റെ പിന്നിൽ എന്തിനിത് പറയുന്നു എന്നതിനെക്കുറിച്ച് ഇവരാരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അവസാനം ഹെൽമെറ്റ് നിർബന്ധമാക്കി. ഇപ്പം ആളുകൾക്ക് മുൻപിലും പിന്നിലും ഇരിക്കുന്നവർക്ക് ഹെൽമെറ്റ് ധരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ഈ കാറുകളിലും മറ്റും പിൻസീറ്റിലും യാത്ര ചെയ്യുന്നവർ നിർബന്ധമായിട്ട് സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം. കാരണം ഒരു കുഴിയിൽ ചാടുകയോ അല്ലെങ്കിൽ ഒരു ഹമ്പ്, നമ്മൾ പെട്ടെന്ന് കാണാതെ വരുന്ന ഒരു ഹമ്പ് കയറി ഇറങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ വാഹനത്തിൽ നിന്നും ഉയരാനും തല പോയി മുകളിലിടിച്ച് പരിക്കേൽക്കാനും അത് മരണത്തിനും അല്ലെങ്കിൽ ഒരുപക്ഷെ മരിക്കുന്നതിലുപരി ഒന്ന് ആലോചിച്ച് നോക്കൂ, ശരീരം തളർന്ന് ജീവിതകാലം മുഴുവൻ കിടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായാൽ എന്താണ് അതിന് ചെയ്യാൻ പറ്റുക? അപ്പോൾ അത് തടയാനുള്ള മാർഗം നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും. അത് നിർബന്ധമാക്കുമ്പോൾ അതിനെതിരെ വരുന്ന ഈ എതിർപ്പുകൾ. ഇപ്പോൾ ചൈൽഡ് സീറ്റ്, കുട്ടികൾ, നമുക്കറിയാം സമീപകാലത്ത് വയലിനിസ്റ്റ് ബാലഭാസ്കറിനുണ്ടായ അപകടം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുപക്ഷെ ഒരു ചൈൽഡ് സീറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ കുട്ടി ചിലപ്പോൾ മരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ അടുത്തിടയ്ക്ക് വേറൊരു അപകടം ഉണ്ടായി. ആ അപകടത്തിൽ ആർക്കും പരിക്കേറ്റില്ല, വാഹനത്തിൽ നിന്ന് കുട്ടി മാത്രം മരിച്ചു. അത് ചൈൽഡ് സീറ്റ് ഇല്ലാതെ ഇരുന്നുകൊണ്ടാണ്. അപ്പോൾ ചൈൽഡ് സീറ്റ്, ബൂസ്റ്റർ സീറ്റ് പോലുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആളുകൾ പറയും കുട്ടികൾ കരയും, അവർ സഹകരിക്കില്ല എന്ന്. ആദ്യത്തെ 1-2 ദിവസത്തെ കരച്ചിലേ ഉണ്ടാവുകയുള്ളൂ. അത് പക്ഷെ നമ്മൾ അവരെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അവിടെ നമ്മൾ എതിർക്കുകയാണ് ഇതിനെ. നമ്മുടെ ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, പത്രസമ്മേളനം നടത്തി ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി പോലും പറഞ്ഞത് ചൈൽഡ് സീറ്റ് നിർബന്ധമാക്കാൻ പറ്റില്ല, അതിനെ പറ്റിയ ചൈൽഡ് സീറ്റ് ഇവിടെ ഇല്ല എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ ആളുകളുടെ എതിർപ്പിനെ ഇവർ കൂടി പിന്തുണയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുന്നുണ്ട്. മറ്റൊന്ന്, ഈ എതിർപ്പ് ആളുകൾക്ക് ഉണ്ടാവുന്നതിന് കുറച്ചൊക്കെ നിയമപാലനത്തിൽ ചില വീഴ്ചകളും പ്രശ്നമാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നം. ഞാൻ ഈ പുസ്തകത്തിൽ ചെറിയൊരു കണക്ക് ഞാൻ പറയാം. 2025 ഏപ്രിൽ 8 മുതൽ 14 വരെയുള്ള ഒരാഴ്ച പോലീസ് സംസ്ഥാന വ്യാപകമായിട്ട് ഈ ട്രാഫിക് ആൻഡ് റോഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ആ ഒരാഴ്ച കാലം നടത്തിയ പരിശോധനയിൽ 32.49 ലക്ഷം രൂപ പിഴ ഈടാക്കിയെന്നും 84 കേസുകൾ രജിസ്റ്റർ ചെയ്തതായിട്ടും പത്രങ്ങളിൽ അന്ന് വാർത്ത വന്നിരുന്നു. 10,227 ട്രാഫിക് നിയമലംഘനങ്ങളാണ് ഈ കാലയളവിൽ പോലീസ് കണ്ടെത്തിയത്. അതിൽ അവർ ഓരോ ദേശീയപാതയിൽ എത്ര, സംസ്ഥാന പാതയിൽ എത്ര തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അശ്രദ്ധമായ ഡ്രൈവിങ്ങിനും അമിത വേഗതയ്ക്കും 1,211 പേർക്കാണ് പിഴ ചുമത്തിയത്. അതേസമയം അനധികൃത പാർക്കിങ്ങിന് 6,685 പേർക്ക് പിഴ ചുമത്തിയതായിട്ടാണ് പോലീസ് പത്രങ്ങൾ കൊടുത്ത അറിയിപ്പിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നൊരു കാര്യം, ഈ പോലീസ് ഒരാഴ്ചക്കാലം കൊണ്ട് പിടിച്ച ട്രാഫിക് നിയമ ലംഘനങ്ങളിൽ 65% പാർക്കിങ്ങിനുള്ളതാണ്. ബാക്കി 35% മാത്രമേ മറ്റു കാര്യങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
പാർക്കിംഗ് പിടിക്കുക എന്ന് പറയുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ്. കാരണം ഗതാഗത നിയമപ്രകാരം പാർക്കിംഗ് ബോർഡ് ഇല്ലാത്ത ഏത് സ്ഥലത്ത് നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്താലും അത് നിയമലംഘനമാണ്. അത് നോ പാർക്കിംഗ് ആയി തന്നെ പരിഗണിച്ചുകൊണ്ട് അതിന് പിഴ ഈടാക്കാൻ പറ്റും. അപ്പം വഴി സൈഡിൽ പാർക്കിംഗ് സൗകര്യമില്ലാത്ത നമ്മൾ റോഡ് ഡെവലപ്പ് ചെയ്യുമ്പോഴൊന്നും പാർക്കിങ്ങിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല, നഗരങ്ങളിൽ പോലും ചിന്തിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഏറ്റവും അടുത്ത ഉദാഹരണം തിരുവനന്തപുരത്ത് നമ്മൾ വെള്ളയമ്പലം തൊട്ട് തൈക്കാട് വരെയുള്ള സ്മാർട്ട് റോഡ് എടുത്ത് നോക്കുക. ഈ റോഡിൽ വരുന്ന ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. ടാഗോർ തിയേറ്റർ, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ പ്രധാനപ്പെട്ട വേദിയാണ് ടാഗോർ തിയേറ്റർ. ഈ ടാഗോർ തിയേറ്ററിൽ ഒരു പരിപാടി നടത്തുമ്പോൾ നല്ലൊരു പങ്ക് വാഹനങ്ങളും പാർക്ക് ചെയ്യുന്ന റോഡിലാണ്. പക്ഷേ നിലവിൽ ഈ റോഡെല്ലാം നോ പാർക്കിംഗ് ഏരിയയാണ്. അവിടെ സൈക്കിൾ ട്രാക്ക് വരെ വരച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ കൗതുകമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ പാർക്കിംഗ് സൗകര്യം ഇല്ലാതെ വന്നു കഴിയുമ്പോൾ ആളുകൾ എവിടെ വാഹനം പാർക്ക് ചെയ്യും? അവരെവിടെയെങ്കിലും പാർക്ക് ചെയ്യും. സ്വാഭാവികമായിട്ടും പോലീസുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മൊബൈൽ ഫോണിൽ അവർക്ക് ഇതിൻ്റെ ഫോട്ടോ എടുത്ത് സുഖമായിട്ട് ഇവയ്ക്ക് എതിരെ ഫൈൻ ഈടാക്കാം. അതേസമയം അപകടം സാധ്യത കൂടുതലുള്ള മറ്റ് ഗതാഗത നിയമലംഘനങ്ങൾ, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് കൃത്യമായി പരിശോധിച്ച് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ സിഗ്നലുകളുടെ ലംഘനം കണ്ടുപിടിക്കുക, അമിത വേഗത കണ്ടുപിടിക്കുക, ഇത്തരത്തിലുള്ളതൊക്കെ വെറും 35%, പാർക്കിംഗ് 65% എന്ന് പറയുമ്പോൾ തന്നെ എത്രമാത്രമാണ് പോലീസ് ഇക്കാര്യത്തിൽ പുലർത്തുന്ന ഒരു ജാഗ്രത കുറവ് എന്ന് തന്നെ അതിനെ പറയാൻ പറ്റുള്ളൂ. എൻഫോഴ്സ്മെന്റ് വേണമെന്ന് നമ്മൾ പറയുന്നു, അത് ആവശ്യമാണ്. പക്ഷെ അത് ഇത്തരം കാര്യങ്ങളിൽ മാത്രമായി ഒതുങ്ങാൻ പാടില്ല. ഇത് നേരെ തിരിച്ചായിരുന്നുവെങ്കിൽ 35% പാർക്കിംഗ് ആയിക്കോട്ടെ, ബാക്കി 65% മറ്റു കുറ്റകൃത്യങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, കണ്ടുപിടിക്കാഞ്ഞിട്ടാണ്. അത് ഇത്തരത്തിലുള്ള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റവും മറ്റു കാര്യങ്ങളും ആളുകളുടെ എതിർപ്പിന് വഴിതെളിക്കുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു വസ്തുത.